നീ വെള്ളമടിച്ച് കാർ ഓടിക്കാറുണ്ടോ? മുതലാളി വേണമെങ്കിൽ എന്റെ ചെകിടത്ത് 4 പൊട്ടിച്ചോണം. പക്ഷെ ഞാൻ വെള്ളം അടിച്ചത് മാത്രം പറയരുത്. അല്ല, 4 ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അതിനു മുമ്പ് സത്യം എന്താണെന്നൊന്ന് അറിയണമല്ലോ. കാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. കീ എവിടെ? ജാക്കിയും സ്റ്റെപ്പിനും ഒക്കെ കാറിലുണ്ടോ? എന്റെ സാറേ, എന്റെ ജീവനേക്കാളും വലുതാണോ ജാക്കിയും സ്റ്റെപ്പിനും ഒക്കെ? മനസ്സിലായില്ല. സാർ കേൾക്കണം. ഞാൻ ഇങ്ങനെ ശബരിമല ഇറക്കം ഇറങ്ങി വരുന്നു. താഴെ വലിയ കൊക്കോ. ഞാനൊരു വളവ് തിരിയുന്നു. പെട്ടെന്ന് കുറേ നിൽക്കുന്നു. ആരാ? 3 ഒറ്റയാൻ. ഞാനൊരു ചവിട്ട് വെച്ചു കൊടുത്തു. എന്റെ സാറേ, വായുണ്ടെങ്കിൽ കാർ പോലും നിലവിളിച്ചേനും. ഞാൻ മിണ്ടിയോ? മിണ്ടിയില്ല. ഞാനൊരു 10 മിനിറ്റ് ലൈറ്റ് അണച്ച് കാറിലിരുന്നു. ആനകൾ അനങ്ങിയോ? അനങ്ങിയില്ല. നിവർത്തിയില്ലാതെ ഞാൻ ജാക്കി എടുത്തെറിഞ്ഞു. പോയി. ആനയോ? അല്ല, ജാക്കി. ആനകൾ അനങ്ങിയില്ല. പിന്നെ എന്റെ സാറേ, എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു പറഞ്ഞു വന്നു. ഞാൻ വീൽ കപ്പും ലാമ്പും ബമ്പറും എല്ലായിടത്തും ചണ ഗുണ വലിച്ചെറിഞ്ഞു. അവസാനം എന്റെ നല്ല കാലത്തിന് കാശിരുന്ന ബാഗ് കൈ കിട്ടി. 10,500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനെടുത്ത് എറിഞ്ഞു കൊടുത്തു. അപ്പോ ബമ്പറും ടെയിൽ ലാമ്പും കാശും കൂടെ പോയി അല്ലേ? പോയെങ്കിൽ എന്ത് സാറേ, ആനകൾ പോയി കിട്ടിയില്ലേ? ഞാൻ എന്റെ ഉള്ള ഉയരം കൊണ്ട് മല ഇറങ്ങി പോകുന്നു. ഇപ്പോഴും എന്റെ കൈ വിറക്കുന്നുണ്ടല്ലേ സാർ? എന്നിട്ട് ഇപ്പൊ കാർ എവിടെ? കാറ് അങ്ങ് ശബരിമലയല്ലേ? ശബരിമലയിലെവിടെ? അങ്ങ് ഇറക്കത്തിൽ. അവിടെ എല്ലാം ഇറക്കമാണല്ലോ. അങ്ങോട്ട് പോകുമ്പോ കയറ്റല്ലേ സാർ? കാർ എവിടെ കിടക്കുന്ന ചോദിച്ചത്? ഇങ്ങോട്ട് വരുമ്പോ ഇടവശത്തുള്ള കള്ള് ഷാപ്പിന് മുമ്പ് കിടപ്പുണ്ട്. അത് ശരി. അപ്പൊ ആനയല്ല ഷാപ്പായതെല്ലാം കൊണ്ടുപോയത്.